ഇവിടെ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കമ്പികളൊക്കെ അതേപടി നിൽക്കുകയാണ്. ഒരു 3 ദിവസമായിട്ടുള്ള നമ്മൾ ആ ലൈവൊക്കെ കഴിഞ്ഞ് പോയിട്ട്. അപ്പം അതിനിടയ്ക്ക് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഓടകളിലൊക്കെ അടിഞ്ഞിട്ടുണ്ടായിരുന്ന പണി ഒരു 3-4 മാസം മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തന്നെ നിലവിൽ നിന്നതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു മാറ്റി ഇന്നലെ കൊണ്ട് നവീകരണമൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊക്കെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തായാലും സ്കൂൾ തുറക്കലിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് കരമന സ്കൂളിൽ ഇന്ന് നവീകരണ, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായുള്ള നവീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം വെള്ളക്കെട്ടിന് ഒരു അല്പം കുറവുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നും രാത്രിയും ഒക്കെ തന്നെ മഴ വലിയ കനത്ത രീതിയിൽ പെയ്തിരുന്നു. പക്ഷേ വലിയ വെള്ളക്കെട്ട് ഇന്ന് ചാല മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. ആദ്യ ദിവസങ്ങളിൽ ബാധിച്ചതുപോലെയില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ അപകടനിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ കടകളിലേക്കൊക്കെ ഞാൻ പറഞ്ഞു, ചാല മാർക്കറ്റിൽ ഒരു 1000-ഓളം കടകളുണ്ട്. ഈ കടകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് വെറും ഒരു പ്ലൈവുഡിന്റെ ഷീറ്റാണ് നമ്മൾ ഈ കാണുന്നത് പോലെ ഇട്ടിട്ടുള്ളത്. പല ഭാഗങ്ങളിലും അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊക്കെ തന്നെ 3-4 ദിവസം മഴവെള്ളത്തിൽ കിടന്നുകൊണ്ട് ചതുക്ക് പിടിച്ച ഒരവസ്ഥയാണ്. അതിൽ കയറി നിന്നാൽ പൊട്ടി വീഴാനും, ഈ ഓടകളിലൊക്കെ ഞാൻ പറഞ്ഞു, ഓടകൾ നമ്മൾ കാണുമ്പോൾ അറിയാം, ഒരാൾക്ക് വീണ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വീഴാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മുറിവുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ രോഗസാധ്യത നമുക്ക് തീരെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം എലിപ്പനി അടക്കമുള്ള വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ അടക്കമുണ്ട്. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടാനുള്ള സാധ്യതയാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് ഇനി മഴയത്ത് ഭയക്കേണ്ടത്. ചേട്ടാ, ഇവിടുത്തെ അവസ്ഥ എന്താ? നിലവിൽ വലിയ വെള്ളക്കെട്ട് കാണുന്നില്ല. പക്ഷേ ഇവിടെ തൊഴിലാളികളുടെ കാര്യമാണ് ഗതികേട്. കണ്ടില്ലേ, ഒരു ഷീറ്റ് കൊടുത്തിട്ടാണ് ഈ ഞങ്ങൾ ചാക്ക ചുമക്കണം. ഞങ്ങളിവിടെ തൊഴിലാളിയാണ്, യൂണിയൻ തൊഴിലാളിയാണ്. 2 ചാക്ക് കൊടുത്തിട്ടാണ് ഒരു പല വില പുറത്താണ് നമ്മൾ ഈ ചാക്ക വന്നുകൊണ്ട് കിടക്കുന്നത്. ഇവിടെ മൊത്തം ഇടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ വെള്ളക്കെട്ട് കുറവുണ്ടല്ലേ? ഇന്ന് വെള്ളക്കെട്ട് കുറവുണ്ട്. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഇന്നലെ വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇന്നലെ പണി പണികളൊക്കെ നടക്കണം. അവരെയും പറഞ്ഞിട്ട് കഥയില്ല. കാര്യം ഈ തൊഴിലാളികൾ എന്തിരിക്കുക, അവരും ഈ വെള്ളത്തിൽ ഇന്നലെ ജോലിയാണ്, ഒന്നും ചെയ്യാവും. മൊത്തം തകർന്നിരിക്കുക. ഷീറ്റ് പല ഇത് ഇത്രയും മാസം കൊണ്ട് തുടങ്ങിയാണ് ഈ ഒരു ഷീറ്റ് ഇട്ടുകൊണ്ട് ഞങ്ങൾ ചുമക്കണം. ഞങ്ങളിവിടുത്തെ തൊഴിലാളിയാണ്. മൊത്തം ഈ പറഞ്ഞതുപോലെ തന്നെ തൊഴിലാളികൾക്കൊക്കെ പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഇവിടെ അരിക്കടകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ ഈ ചാക്ക് കൊണ്ട് ചുമ്മിക്കൊണ്ട് വരുന്നതൊക്കെ ഈ പ്ലൈവുഡ് ഷീറ്റ് വഴിയാണ്. ഒപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ മൊത്തത്തിൽ കമ്പികളാണ്. ഈ കമ്പിയിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കമ്പിയിൽ വീഴും എന്നുള്ളൊരു സ്ഥിതി കൂടെ തലസ്ഥാനത്തെ ചാല മാർക്കറ്റിലുണ്ട്. ഒപ്പം റോഡുകളുടെ അവസ്ഥയും വളരെ ശോചനീയാവസ്ഥയാണ്. അത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാത്തത് കൊണ്ട് തന്നെ വേസ്റ്റ് കയറി പൂർത്തിയാവാത്തത് കൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചരക്ക് നീക്കം ഈ മനുഷ്യർക്ക് മാത്രമായി ചെയ്യേണ്ട ഒരു അവസ്ഥയും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഈ അട്ടക്കുളങ്ങര ഭാഗത്താണ് അത് പ്രധാനമായിട്ട് നേരിടുന്നത്. ഒപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ മാതൃഭൂമിയിലേക്ക് ഇറങ്ങുന്ന റോഡ് തന്നെ വലിയ രീതിയിൽ കുളമായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്കൂളുകളുള്ളതാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ചാല മാർക്കറ്റ് എന്ന് പറയുമ്പം ചാല മാർക്കറ്റ് പ്രധാനമായിട്ട് കച്ചവട വ്യാപാര കേന്ദ്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഇതിനകത്തൊക്കെ വീടുകളുമുണ്ട്. 1000-ഓളം പേര് താമസിക്കുന്ന പ്രദേശം തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ എങ്ങനെ താമസിക്കും എന്നുള്ള കാര്യത്തിൽ കൂടെ വലിയ ബുദ്ധിമുട്ട്, അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ചെറിയൊരു പനി പിടിച്ചാൽ മഴ പെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഈ വെള്ളക്കെട്ടിൽ കൂടെ എങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന അടക്കമുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് പല റോഡുകളും കുഴിച്ചു തന്നെയാണ് ഇട്ടേക്കുന്നത്. അതിനകത്തൊന്നും പണികളൊന്നും മുൻപോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ അതൊന്നും നടക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. കാരണം ഈ മഴയത്ത് ഇനിയിപ്പോൾ പണികളൊക്കെ മുൻപോട്ട് പോവുക വലിയ ദുസ്സഹമാണ്. പുറത്തുനിന്നുള്ള ആളുകളെ വെച്ചിട്ടാണ് നിലവിൽ ഈ അതിഥി തൊഴിലാളികൾ അടക്കമുള്ളവരാണ് പണിയുന്നത്. അപ്പോൾ എന്തായാലും അവർക്കും ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള, അതായത് നിലവിൽ എനിക്ക് തോന്നുന്നു ഈ മഴക്കാലപൂർവ്വ ശുചീകരണം മുൻകൂട്ടി നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ നിലവിലത്തെ സ്ഥിതി ഇതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാത്തത് കൊണ്ടും സ്മാർട്ട് സിറ്റി റോഡ് പണി കാലക്രമമായിട്ട് നീക്കാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിൽ നിലവിലത്തെ ഒരു പ്രശ്നം ആളുകൾ നേരിടുന്നത്. ഒപ്പം സ്കൂൾ തുറക്കാൻ കൂടെ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് ആളുകളുടെ മുമ്പിലുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ആളുകൾ പഴകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇപ്പം വലിയ രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ നിലവിൽ സ്കൂളുകളിലൂടെ തുറക്കുമ്പോൾ ആളുകൾ പ്രതികരിച്ച് തുടങ്ങാനുള്ളൊരു സാധ്യത, വലിയ രീതിയിൽ അവരുടെ രീതിയിൽ നിന്ന് രോക്ഷം ഉണ്ടാവാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇതുവഴിയൊക്കെ കുട്ടികളെ കൊണ്ട് പോകാനോ അപകടം ഉണ്ടാകാനോ ഉള്ള സാധ്യതയൊക്കെ
നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പലയിടത്തും ഈ കുഴികളോട് ചേർന്ന് കോഷനൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വീട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ ആളുകൾക്ക് വേണ്ടി കോഷൻ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ 2-3 ദിവസത്തിന് മുന്നോടിയായിട്ട് ഒട്ടിച്ചതാണ്. അല്ലാതെ ഈ അടുത്ത മഴ തുടങ്ങി 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ വള്ളി വലിച്ചു കെട്ടുന്നതും ഇവിടെ കുഴിയുണ്ട തുടങ്ങിയ ബോർഡുകളൊക്കെ വെക്കുന്നത്. അതിന് മുമ്പ് വരെ അതുപോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ആളുകൾക്ക് പറയാനുള്ള പ്രധാന ഒരു ഈ മഴക്കാലത്തെ എങ്ങനെ നേരിടണം എന്നത് ചർച്ച ചെയ്യാനും ഈ മാലിന്യങ്ങൾ എങ്ങനെ നീക്കണം അല്ലെങ്കിൽ യാത്ര എങ്ങനെ സുഗമമാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കാനാണോ ഇന്നത്തെ ആ യോഗം എന്ന് പറഞ്ഞത്? അല്ല, ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു കൂട്ടിയിട്ടുള്ള യോഗമാണ്. ആ യോഗത്തിൽ പ്രധാനമായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടാണ്. കരമന സ്കൂളിൽ വെച്ച് ഒരു 10:30 കൂടിയാണ് ആ യോഗം ചേരുക. എന്തായാലും മഴക്കാലപൂർവ്വ ശുചീകരണം മുൻപോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ യോഗം നടക്കുക. മൂത്തി, എന്തായാലും നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് അവസ്ഥ വളരെ രൂക്ഷമാണ്. ഈ റോഡ് മാത്രമല്ല, പല റോഡുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെ. ഇതൊരു റോഡാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മൂത്തിക്ക് തന്നെ സംശയം തോന്നിയേക്കാം. പക്ഷേ ഇതൊരു റോഡാണ്. ഇത് റോഡായിരുന്നു. ഈ കാണുന്നതൊക്കെ ഓടകളുടെ ഭാഗമായിട്ടുള്ള നവീകരണം മുമ്പോട്ട് പോയതാണ്. ഇവിടെ വീടുകളുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ആ ചേച്ചിയൊക്കെ പോകുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ കാണുന്നത് പോലെ തന്നെ പലപ്പോഴും ഒരു പ്ലൈവുഡ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം മഴയത്ത് ചതുക്കിച്ചിട്ട് ആ ഷീറ്റ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ വീഴുന്നത് ഒരു 2 ആൾ താഴ്ചയുള്ള കുഴിയിലേക്കാണ്. സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴിച്ച കുഴികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ കുഴികളാണ്. പൈപ്പ് ഇടാൻ വേണ്ടിയൊക്കെ കുഴിച്ചിട്ടുള്ള കുഴികൾ വലിയ കുഴികളാണ്. സാധാരണ ഓടകളുടെ ആഴമല്ല അതിനുള്ളത്. വീണ് കഴിഞ്ഞാൽ കാലൊഴിയുക മാത്രമല്ല, ചിലപ്പം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഒപ്പം ഈ വൃത്തിഹീനമായ സാഹചര്യം അത് നിലവിൽ മഴയുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചാല മാർക്കറ്റിന്റെ അവസ്ഥ ദയനീയതയിലേക്ക് പോയത് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ റോഡിന്റെ ഭാഗമായിട്ട് അവസ്ഥ അത് നേരിട്ട് കണ്ടവർക്ക് നന്നായിട്ട് അറിയാം.